നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയുള്ള 4 സെൻറ്റിൽ പണിത 2100 സ്ക്വയർ ഫീറ്റിലുള്ള 4 ബെഡ്റൂം പറഞ്ഞ അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി നമുക്കൊരു യൂസ്ഡ് വീടാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾ താമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ. കരഭൂമി, പക്ക കരഭൂമിയാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വരെ എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തച്ചോട്ടാവിന് സമീപം മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഒരു യൂസ്ഡ് വീട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് തമ്പാനൂറൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി വെറും 25 മിനിറ്റിനകത്തുള്ള ഡ്രൈവ് മാത്രമേ സമയം മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുമ്പോൾ 4 സെൻറ്റിലാണ് പണിതിട്ടുള്ളത്. 2100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വിത്ത് വരുന്ന ഒരു മനോഹരമായൊരു വീടാണ്. അപ്പോൾ കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്രയും വൈഡായിട്ടുള്ള ഓപ്പണിങ് കാര്യങ്ങളും ഫ്രണ്ടിനുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഗേറ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. എത്ര വലിയ വണ്ടിയാലും സുഖമായിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു ഓപ്പണിങ് നമുക്കിവിടെ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള മനോഹരമായ ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല ഒരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് അത്യാവശ്യം നല്ല സ്ക്വയർ മോഡൽ രീതിയിലാണ് സിറ്റൗട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. 7x7 ഡയമെൻഷനാണ് നമ്മൾ ഈ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സിറ്റിംഗ് ഏരിയ, ഈ ഒരു ഭാഗത്ത് ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സിറ്റൗട്ട് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉഡൻ ടൈൽസും കാര്യങ്ങളും, ഉഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ സിറ്റൗട്ടിനെ വെച്ച് ഭംഗിയാക്കുന്നുണ്ട്. 2 സ്റ്റെപ്പ് നമുക്ക് എൻട്രൻസിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഈ ഒരു വീടിന് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. പ്ലാവിൻ തടിയിലാണ് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റൗട്ടിൽ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലിവിങ് ഏരിയ വരുന്ന ഒരു സ്പേസ്. നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം രീതിയിൽ തന്നെയാണ് നമുക്കതെല്ലാം ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ തന്നെയാണ് ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് ഈ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് വീടിൻ്റെ അട്രാക്റ്റീവുള്ള TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു L ഷേപ്പ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ TV യൂണിറ്റ് ഏരിയ L ഷേപ്പ് രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഡെക്കോർ ഐറ്റംസ് വയ്ക്കാനും അതുപോലെ തന്നെ എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഭാഗത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് പോകാം. ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് നമുക്ക് ചെറിയൊരു അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടീഷൻ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു പാർട്ടീഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. ഇൻഡോർ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസും ആ പാർട്ടീഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഇപ്പോൾ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല 12x12 ഡയമെൻഷൻ വരുന്ന ഡൈനിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ തന്നെ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് അടിപൊളിയായിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ ഒരു വീടിന് വരുന്നതും. നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഫോൾ സീലിംഗ് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെട്ടുകല്ലിൻ്റെ മോഡലിലുള്ള ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ട് നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചണിലോട്ട് പോകാം. കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നേ ഈ കാണുന്ന ചുമര് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത്. ഫോൾ സീലിംഗ് ഈ ഒരു ഭാഗത്ത് ഫോൾ സീലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായി കൊടുത്ത് ചെയ്ത് തീർത്ത് എടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ നല്ല അടിപൊളിയായിട്ടുള്ള
ഒരു കിച്ചൺ, 12x12 ഡയമെൻഷൻ വരുന്ന ഒരു കിച്ചൺ നമുക്ക് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളായിട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡ് വർക്കും കാര്യങ്ങളാണ് ചെയ്ത് ഈ ഒരു കബോർഡ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. മുകളിലും അതുപോലെ തന്നെ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും ഈ ഒരു ചുമരിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൽ ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ്, ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണുന്നത്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് നമ്മുടെ മെയിൻ വാട്ടർ സോഴ്സായ കിണർ നമുക്കിവിടെ ഈ ഒരു ഭാഗത്താണ്, നനക്കല്ല് നമുക്ക് ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫിൽറ്റേഡ് ആയിട്ടുള്ള വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിണറിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതെല്ലാം കവേർഡായിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. സിങ്കും അതുപോലെ തന്നെ ഒരു സ്ലാബും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെയും വർക്ക് ഏരിയയുടെയും ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ വീട് നമുക്ക് 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ് സ്പേസ് ഉൾപ്പെടെ വരുന്ന നല്ല മനോഹരമായ ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ LED സ്ട്രിപ്പ് ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഒരു വാൾറൂംസൊക്കെ നമുക്കിവിടെ നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ്. ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഹീറ്റർ ഉൾപ്പെടെ നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് നല്ല സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ചുമരാണ് നമുക്ക് ടോപ്പിൻ്റെ വരെ നമുക്കത് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ടോപ്പിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി പോകുന്നിടത്ത് തന്നെ ചുമരിൽ ഇതുപോലെ ടെക്സ്ചർ വർക്കും ചെയ്തിട്ട് അതിൽ തന്നെ നല്ല ബോർഡർ ലൈനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ലിവിങ് ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ നമുക്കൊരു എൽ ഷേപ്പിലെ ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇതാണ് നമ്മളൊരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോൾ. ഫ്ലോറിങ് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 20x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു ലിവിങ് ഏരിയ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 10x11 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. കബോർഡും കാര്യങ്ങളൊക്കെ മുകളിലാണ്. നമുക്ക് സൺഷെയ്ഡിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 12x12 ഡയമെൻഷൻ വരുന്ന റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു റൂമാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ ഈ ഒരു റൂമിലും കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ചെറിയ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള റൂംസിനേക്കാൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇത്. നമുക്കൊരു വാൾറൂംസും നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള
ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യം തന്നെയാണ് വരുന്നത്. സിറയുടെ ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഹീറ്റർ എല്ലാം കൂടെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ നമുക്ക് ബാൽക്കണി ആ ഒരു വ്യൂയിലൂടെ നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് 2 സെപ്പറേറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വെറ്റ് ഏരിയ നമുക്കവിടെ ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് നോർമലി നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 12x12 ഡയമെൻഷൻ വരുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. എക്സ്റ്റൻഷൻ വരുന്ന ഈ ഒരു ഏരിയയിലെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ ഒരു യൂസ്ഡ് വീടാണ് ആദ്യം പറഞ്ഞു. പക്ഷേ നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമോ അതുപോലെ എക്സ്റ്റീരിയർ ഭാഗമോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒട്ടും തോന്നാത്തൊരു വീടാണ്. യൂസ്ഡ് ആണെന്ന് നമുക്ക് പറയത്തില്ല. പക്ഷേ 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് പണി ചെയ്ത് തീർത്ത 4 ബെഡ്റൂമുള്ള ഇത്ര നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 75 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത്. തികച്ചും നെഗോഷ്യബിൾ ആണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു വീടിന് വരുന്നുള്ളൂ. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ലോൺസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക.